ഹോ ചെറിയാണ്. ഡി നീ എന്തിനാ അവിടെ വന്ന് ഓരോന്ന് പറഞ്ഞേ? അവൻ ചൂടിലായിരുന്നു. തേച്ചവളെ ഞാൻ കേറി അങ്ങ് വാർത്തു, അങ്ങനെ കരുതിയാ മതി. ഞാനും വിട്ടുകൊടുത്തില്ല. അല്ല പിന്നെ. ചെറിയ തള്ളിമാറ്റി തിരിഞ്ഞു നോക്കിയപ്പോഴാണ് തൊട്ടപ്പുറത്തായി അവളുണ്ട്, ആ ഇസ്തിരിപ്പെട്ടി. ഞങ്ങൾ വീക്ഷിക്കുകയാണ്. ഇത് തന്നെ അവസരം. തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ ചെറിയുടെ ഷർട്ടിൽ പിടിച്ചങ്ങ് വലിച്ചു. അവന്റെ മുഖം പിടിച്ച് തിരിച്ച് ഞാൻ ആ കവിളത്തൊരു മുത്തു നൽകി. സ്ലോ മോഷനിൽ തിരികെ നടക്കണമെന്നുണ്ടായിരുന്നു. ജീവിതമല്ലേ, എഡിറ്റ് ചെയ്യാൻ വയ്യല്ലോ. ചെക്കന്റെ ആക്രാന്തം ഇതുവരെ മാറിയിട്ടില്ല. ബെഡ്റൂം ആണെന്ന വിചാരം. കൊച്ചു കൊള്ളൻ. അവള് കേൾക്കെ ഈ ഡയലോഗ് അടിച്ച് കൃത്രിമ നാണം അഭിനയിച്ചുകൊണ്ട് കിരികിലാ ചിരിച്ചുകൊണ്ട് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിലെ നായികയെ പോലെ ഓടിപ്പോയി. തിരിച്ച് വീട്ടിലെത്താൻ കാത്തിരിക്കായിരുന്നു ചെറി. റൂമിൽ കയറേണ്ട താമസം. വാതിൽ വലിച്ചടച്ച് എന്നെ പിടിച്ചതള്ളി കൈ രണ്ടും ബലമായി പിടിച്ചുവെച്ച് എന്നെ ചുവരോട് ചേർത്തു. നീ എന്താടി കാട്ടിയേ? അത് വേറെ ആരെങ്കിലും കണ്ടിരുന്നെങ്കിലോ? അവനത് ചോദിക്കുമ്പോൾ ആ മുഖഭാവം കണ്ടപ്പോൾ ആ കവിളത്തൊരു കടി വെച്ച് കൊടുത്താലോ എന്ന് തോന്നി. ചെക്കന്റെ നോട്ടം. അതുകൊണ്ടെന്താ? അത് കണ്ടപ്പോ ആ ഇസ്തിരിപ്പെട്ടി ഹീറ്റായി കാണും. അതുപോലെ ഡി ഇസ്തിരിപ്പെട്ടി മാത്രമല്ല എന്റെ. നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. പറയാൻ വന്നത് പെട്ടെന്ന് വിഴുങ്ങി. ചെറി വേഗം തിരിഞ്ഞിറന്നപ്പോൾ എനിക്കും ചിരി വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ചെറി വീണ്ടും തിരിഞ്ഞു. അതല്ല, അതൊക്കെ പോട്ടെ, നീ എന്തിനാ ചുമ്മാ പ്രഗ്നന്റ് ആണെന്നൊക്കെ പറഞ്ഞേ? ചുമ്മാതല്ലോ. പിന്നെ? ചെറി അന്തം വിട്ട് ചോദിച്ചു. ഞാൻ സത്യം പറഞ്ഞതാ, ഐ ആം പ്രഗ്നന്റ്. അതെങ്ങനെ? അവൻ ഞെട്ടലോട് ചോദിച്ചു. എങ്ങനെയെന്നോ? പഠിച്ചോനെ, ഒക്കെ ചെയ്തു വെച്ചിട്ട് ഇപ്പൊ കാല് മാറുന്നോ? ഓർമ്മയില്ലേ അന്ന് രാത്രിയില് ഡൽഹിയിൽ വെച്ച്? എന്റെ പൊന്നു ഷൈമ, നീ വെറുതെ ഓരോന്ന് വിളിച്ചു പറയല്ലോ. ഓർമ്മ വരാതിരിക്കാൻ നിങ്ങളെന്താന്ന് കള്ളു കുടിച്ചീനോ? കണ്ണു തള്ളിയിരിക്കുന്ന ചെറിയ നോക്കിക്കൊണ്ട് ഞാൻ വീണ്ടും തുടർന്നു. അന്ന് നിങ്ങൾ തണുക്കണെന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച ഓർമ്മയുണ്ടോ? എന്നിട്ട് നിങ്ങൾ എന്നെ. ഇതും പറഞ്ഞ് ഞാൻ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോയി. ചെറിയാകെ ഷോക്കേറ്റ പോലെ നിൽക്കുകയായിരുന്നു. എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഇന്ന് അവളുടെ വക ഒരു കിസ് കിട്ടി. ഇപ്പൊ പറയുന്നു അവൾ ഗർഭിണിയാണെന്ന്. ആലോചിച്ചിട്ട് ഒരു എത്തുംപിടിയും കിട്ടണില്ലല്ലോ. ഞാനെങ്ങനെ? അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് ഉറപ്പാണോ? പിന്നെങ്ങനെ? ഇനി ഞാൻ ഉറക്കത്തിലെങ്ങാനും? അത്രക്ക് അന്തം വിട്ടൊന്നും ഞാൻ ഉറങ്ങാറില്ല. പക്ഷെ അവൾ വളരെ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. ഡൽഹി യാത്രയ്ക്ക് ശേഷം അവൾ എന്നെ വലിയ മൈൻഡില്ലാത്തത് അപ്പോ ഇതുകൊണ്ടാവോ? ചെറിക്കാകെ തല തിരിയുന്നുണ്ടായിരുന്നു. ഇനിയൊരു പക്ഷേ അങ്ങനെ നടന്നു നോക്ക. എന്നാലും എങ്ങനെ? ഒരു ദിവസം കൊണ്ടൊക്കെ ചിലപ്പോ ഇങ്ങനെ ഉണ്ടായിരിക്കും. പടച്ചോനിക്ക് എന്താ പറ്റാത്തത്? ആകെ പരവശനായി റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ ചെറി ബാൽക്കണിയിൽ നിന്ന് എന്തോ ശബ്ദം കേട്ടു. പതിയെ ശബ്ദമുണ്ടാക്കാതെ പതുങ്ങി ചെന്ന ചെറി ആ കാഴ്ച കണ്ട് ആകെ അന്തം വിട്ട് നിന്നു. ബാൽക്കണിയുടെ നിലത്തിരുന്ന് ഷൈമ ചിരിക്കുകയാണ്. ശബ്ദം കേൾക്കാതിരിക്കാനാവണം വായ പൊത്തി പിടിച്ചിട്ടുണ്ട്. ചിരിച്ച് ചിരിച്ച് നിലത്ത് കിടന്ന് ഉരുളുന്ന അവളെ കണ്ടപ്പോ തന്നെ ചെറിക്ക് സംഗതി പിടുത്തം കിട്ടി. ഓഹോ, ആളെ കോമാളിയാക്കിയതാണല്ലേ? കാണിച്ചുതരാം ഞാൻ. മനസ്സിൽ പിറുപിറുത്തുകൊണ്ട് അവൻ മെല്ലെ റൂമിലേക്ക് നടന്നു. ഒന്നും അറിഞ്ഞ ഭാവം കാണിക്കണ്ട, ഇങ്ങോട്ട് വരട്ടെ. കുറച്ചു കഴിഞ്ഞപ്പോൾ കിടക്കാനായി ഷൈമ റൂമിലേക്ക് വന്നു. മുഖമൊക്കെ ചുവന്ന് തുടുത്ത് കണ്ണിലൊക്കെ വെള്ളം നിറച്ചിട്ടുണ്ട്. അങ്ങനത്തെ ചിരിയല്ലേ ചിരിച്ചത്? ചെറിയ ഫേസ് ചെയ്യാതിരിക്കാനും പുറത്തു ചാടാൻ വെമ്പുന്ന ചിരിയടക്കാനും അവൾ വല്ലാതെ പാടുപെടുന്നുണ്ടായിരുന്നു. അവൾ ബെഡിലിരുന്നു. ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് പതിയെ കിടന്നു. അല്പനേരം കഴിഞ്ഞതേയുള്ളൂ. വയറിലൂടെ എന്തോ ഇഴയുന്ന പോലെ തോന്നി തപ്പി നോക്കിയപ്പോൾ ചെറിയുടെ കൈകളാണ്. ഞെട്ടലോടെ തിരിഞ്ഞു കിടന്നതും അവൻ അവളുടെ മേലേക്ക് മറിഞ്ഞതും ഒപ്പമാണ്. ബെഡ് ലാമ്പിന്റെ അരണ്ട വെളിച്ചത്തിൽ അവന്റെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. ഷൈമയുടെ ശബ്ദം പുറത്തു വന്നില്ല. തൊണ്ടയാകെ വരണ്ടിരിക്കുന്നു. ഏതായാലും നമ്മൾ തമ്മിൽ അന്നങ്ങനെ ഉണ്ടായി. നീ പ്രഗ്നന്റായി. അപ്പൊ പിന്നെ ഇനി ജാട കാണിക്കണം. അതൊക്കെ ഇനിയും കണ്ടിന്യൂ ചെയ്തൂടെ? ഇതും പറഞ്ഞ് ചെറിയ മെല്ലെ മുഖം കുനിച്ച് അവിടെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. ഷൈമയാകെ ഞെട്ടിത്തരിച്ചിരുന്നു. അവൾ മുഴുവനാക്കും മുമ്പേ ചെറി തന്റെ ചൂണ്ടുവിരലെടുത്ത് അവളുടെ ചുണ്ടിൽ ചേർത്ത് വെച്ച് പറഞ്ഞു. എന്നിട്ട് പതിയെ അവളുടെ കഴുത്തിൽ നിന്ന് മുടിയിഴകൾ വകഞ്ഞു നീക്കി. എന്തിനാണ് പോകുന്നതെന്ന് ഷൈമക്ക് ബോധ്യമായി. അവൻ പതിയെ മുഖം കുനിച്ചതും അവളവനെ തട്ടിമാറ്റി ഉറക്കെ പറഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞതാ, അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. ഇതും പറഞ്ഞവൾ അവനെ തട്ടിമാറ്റി എഴുന്നേറ്റ് ഓടാൻ തുടങ്ങിയതും അവൻ അവളുടെ കാലിൽ പിടുത്തമിട്ടു. കമിഴ്ന്നു വീണ ഷൈമയുടെ ചെവിയിൽ മെല്ലെ പറഞ്ഞു. ഒരു പെണ്ണും ഗർഭിണിയാണെന്നൊന്നും കള്ളം പറയൂല. ഷൈമ കരച്ചിലിന്റെ വക്കിലെത്തിയിരുന്നു. നിലവിളിച്ച രണ്ടുപേരും നാണം കെടും. മിണ്ടാതിരുന്ന അവൻ എന്നെ ശരിക്കും ഗർഭിണിയാക്കും. ഞാൻ വെറുതെ പറഞ്ഞതാ, പ്ലീസ് എന്നെ വിട്. ഇത് പറഞ്ഞതും അവൾ കരഞ്ഞതും പെട്ടെന്നായിരുന്നു. അതുവരെ അടക്കിവെച്ച പേടിയും പരിഭ്രവും എല്ലാം കരച്ചിലായി പുറത്തു ചാടിയപ്പോ ചെറിയൊന്ന് പതറിപ്പോയി. അവൻ മെല്ലെ പിടുത്തം വിട്ടു. ഇനി മേലാൽ ഇങ്ങനെ ആവർത്തിക്കരുത് കേട്ടല്ലോ. ഇനി പോയി ഉറങ്ങിക്കോ.
ഇതും പറഞ്ഞ് അവൻ അവളെ വിട്ട് കിടന്നുറങ്ങാൻ കിടന്നിട്ടും ഷൈമക്ക് കുറെ നേരത്തിന് അനങ്ങാൻ വയ്യായിരുന്നു. ആകെ ഒരു മരവിപ്പ്. ചിരിച്ചതിനൊക്കെ പകരം കിട്ടി. കുറച്ചുനേരം അങ്ങനെ ഇരുന്നു. പിന്നെ അവൾ പതിയെ വന്ന് കിടന്നു. ചെറിക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് ചിരിക്കണോ കരയണോ എന്നറിയില്ലായിരുന്നു. ചുളുവിലാണെങ്കിലും കിസ്സാൻ പറ്റിയില്ലോ. നാളെയും ഇതുപോലത്തെ ഒരു ദിവസമാവണേ എന്ന് പ്രാർത്ഥിച്ചവൻ ഉറങ്ങാൻ ആരംഭിച്ചു. പിറ്റേന്ന് മുതൽ ഷൈമ വീണ്ടും ഡീസന്റായി. ചെറിയ ഫേസ് ചെയ്യാൻ അവൾ വല്ലാണ്ട് ബുദ്ധിമുട്ടിയിരുന്നു. ചെറിക്കാണെങ്കിൽ അവളുടെ ആ ഭാവം കാണുമ്പോൾ തന്നെ ചിരി വരും. പാവം ഷൈമ. ചെറിയുടെ നിഴലനൊക്കെ എവിടെയെങ്കിലും കണ്ടാൽ തന്നെ അവൾക്കൊരു പരക്കം പാച്ചിലാണ്. മുത്തുകൗ സുഖമുള്ള ഓർമ്മയാണെന്ന് പറഞ്ഞ ആളെ കിട്ടിയ തലമണ്ടക്കിട്ട് അടി കൊടുക്കണം. അങ്ങനെ ഇരിക്കെ ചെറിയുടെ ഉമ്മാന്റെ ഉമ്മ വയ്യാണ്ട് ഹോസ്പിറ്റലായി. എല്ലാവരും കൂടി പോയി കണ്ടപ്പോഴാണ് സ്ഥിതി വഷളാണെന്ന് മനസ്സിലായത്. ഇന്നോ നാളെയോ ആയി തീരുമാനാവും എന്ന മട്ടാണ്. അതോടെ ഉപ്പയും ഉമ്മയും അവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞു. ഞങ്ങളോട് വീട്ടിൽ പോവാനും. ഇത് കേട്ടപാട് എന്റെ മനസ്സിലൊരായിരം ഇടിവെട്ടി. പതിയെ ഒളികണ്ണിട്ട് ചെറിയുടെ മുഖത്ത് നോക്കിയപ്പോൾ ചുണ്ടും കടിച്ചു പിടിച്ച് ചിരി അമർത്തുകയാണ് തെണ്ടി. അവന്റെ മനസ്സിൽ പൊട്ടിയ ലഡുകളുടെ എണ്ണം ഓർത്തപ്പോൾ അറിയാണ്ട് കട്ടിൽ കിടക്കുന്ന ഉമ്മൂമ്മയെ നോക്കിപ്പോയി. എന്നോട് ഇത് വേണമായിരുന്നു ഉമ്മൂമ്മേ. ഒരാഴ്ച കൂടെ കഴിഞ്ഞാ ഞാൻ എന്റെ വീട്ടിൽ നിൽക്കാൻ പോവും. അന്ന് കിടന്നാ പോരായിരുന്നോ? ഉമ്മുമാനും പറഞ്ഞിട്ട് കാര്യമില്ല. നേരായ പിന്നെ പോവണ്ടേ. പക്ഷെ പ്രതീക്ഷിച്ച പോലെ പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല. ഞാൻ ചുമ്മാ തെറ്റിദ്ധരിച്ചു. പാവം. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു. രണ്ടാം ദിവസം ചെറിയ ഓഫീസിലേക്ക് പറഞ്ഞയച്ച് റൂമിലേക്ക് വന്നതാണ് ഞാൻ. ഡ്രസ്സുകൾ അലക്കാനുണ്ട്. അതൊക്കെ പെറുക്കി കൂട്ടുമ്പോഴാണ് ചെറിയുടെ ബ്ലാക്ക് ഷർട്ട് കണ്ണിൽപ്പെട്ടത്. സത്യം പറയാലോ, ഈ ബ്ലാക്ക് അതുപോലെ വൈറ്റ് ഷർട്ടുകൾ ഒരുവിധം എല്ലാ പെൺകുട്ടികളുടെ വീക്ക്നെസ് ആണ്. കണ്ട എന്താന്നറിയില്ല, എടുത്തിടാൻ തോന്നും. അങ്ങനെ ഞാൻ എന്റെ ഡ്രസ്സൊക്കെ മാറ്റി ആ ഷർട്ട് എടുത്തിട്ടു. സംഭവം അല്ലേ. ഏതൊക്കെയോ ബോളിവുഡ് സോങ്ങുകൾ ഓർമ്മ വന്നു. അതും പാടി കണ്ണാടിയിൽ നോക്കി ആസ്വദിച്ചിരിക്കുമ്പോഴാണ് വാതിലിൽ മുട്ടുകേട്ടത്. ഡി, ആ വാതിലൊന്നേ, ഒരു ഫയൽ എടുക്കാൻ മറന്നു. ചെറി ഊരിയെറിഞ്ഞ ഡ്രസ്സൊക്കെ എവിടെ റബ്ബേ. ഡി തുറക്കടി, ലേറ്റ് ആവണു. ഇപ്പൊ തുറക്ക, ഒരു മിനിറ്റ്. ഷൈമ, എടി കളിക്കല്ലേ. അവൻ വാതിലിൽ തുരിതുരെ മുട്ടിയപ്പോൾ ഞാൻ പതിയെ വാതിൽ തുറന്ന് വാതിലിന്റെ പുറകിലേക്ക് മാറി. എന്നെ തിരിഞ്ഞു നോക്കാതെ റൂമിലേക്ക് കയറി ഫയൽ തപ്പാൻ തുടങ്ങിയ ചെറി പെട്ടെന്നൊന്ന് സ്റ്റക്കായി. കട്ടിലിൽ നിലത്തുമായി ചിതറിക്കിടക്കുന്ന എന്റെ വസ്ത്രങ്ങൾ കണ്ടവൻ സംശയത്തോടെ തിരിഞ്ഞു നോക്കി. ചെറിയൊരൊറ്റ ചിരിയായിരുന്നു. എന്നെ പറ്റില്ലേലും എന്റെ ഡ്രസ്സ് പറ്റില്ലേ? അല്ലോ, അതല്ല, ഞാൻ വെറുതെ ഇട്ട് നോക്കിയതാ. കാൽമുട്ടിൽ നിന്നും ഷർട്ട് താഴോട്ട് വലിച്ചു താഴ്ത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു. പെട്ടെന്ന് ചെറിയ എന്റെ അടുത്തേക്ക് വന്നു. ഞാനാണെങ്കിൽ പേടിച്ച് വാതിലിനോട് ചേർന്നിരുന്നു. പതിയെ എന്റെ തൊട്ടടുത്തേക്ക് നീങ്ങി. കൈ രണ്ടും എന്റെ ഇരുവശത്തുമായി ചുവരിൽ കുത്തി നിർത്തി. അവൻ പതിയെ എന്റെ അടുത്തേക്ക് മുഖം കൊണ്ടുവന്നു. പടച്ചോനെ, എല്ലാം തീർന്നു. ഞാൻ കണ്ണുമടച്ച് പ്രതിമ പോലെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവൻ എന്റെ ചെവിൽ പതിയെ മന്ത്രിച്ചു. നിനക്ക് വേണമെങ്കിൽ എന്നോട് പറഞ്ഞൂടായിരുന്നു? എന്ത്? കണ്ണു തുറക്കാതെ പരിഭ്രമത്തോടെ ഞാൻ ചോദിച്ചു. എന്റെ ഷർട്ട് കഴിഞ്ഞാഴ്ചയല്ലേ ആ തെങ്ങിന് വളടാൻ വന്ന ദാസപ്പിന് 5-6 ഷർട്ട് കൊടുത്തത്. ഇതും പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവൻ മടങ്ങിപ്പോയി. തിണ്ടി. ആകെ നാണം കെട്ടു. നാളെ ഉമ്മ വരുമെന്നാണ് പറഞ്ഞത്. ഉമ്മുമ്മക്ക് സുഖായി. എന്തായാലും ഒറ്റക്കല്ലേ, ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ചെറി കൊണ്ടുവരാറാണ് പതിവ്. അന്ന് രാത്രി ഫുഡ് കൊണ്ടുവരാൻ വേണ്ടി ചെറി പുറത്തുപോയി. അല്പം കഴിഞ്ഞപ്പോ നല്ല മഴ പെയ്തു. പാവം, ബൈക്കിലാണ് പോയത്. അതുകൊണ്ട് മടങ്ങി വന്നപ്പോ നന്നായി നനഞ്ഞിരുന്നു. ഞാൻ വേഗം ഓടിച്ചെന്ന് ഒരു തോർത്തെടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു. ചെറി മെല്ലെയൊന്ന് തുവർത്തി അത് തിരിച്ചു തന്നു. ശരിയായിട്ടില്ല, ചുമ്മാ പനി പിടിക്കാൻ വേണ്ടി. ഇങ്ങ് വാ, ഞാൻ തോർത്തി തരാം. ഞാൻ അവനെ പിടിച്ചു നിർത്തി തല തുവർത്തി കൊടുക്കുമ്പോൾ ചെറി എന്റെ മുഖത്തേക്ക് തന്നെ നോക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തോർത്തുമായി തിരികെ നടക്കാൻ ഒരുങ്ങിയതും അവൻ എന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് നെഞ്ചോട് ചേർത്തതും ഒപ്പമായിരുന്നു. എനിക്കെന്തെങ്കിലും പറയാൻ കഴിയും മുമ്പേ അവൻ എന്റെ ചുണ്ടിലൊരു ഉമ്മ തന്നു. കിസ് കിട്ടിയെന്ന് കരുതി ഞാൻ രോമാഞ്ചകഞ്ചക പുളികതയൊന്നും ആയില്ല. മർമ്മസ്ഥാനത്തൊരു അടി കിട്ടിയ ഫീലായിരുന്നു. പിന്നെ അവിടെ നിൽക്കാതെ ഞാൻ അവനെ തള്ളിമാറ്റി മുകളിലെ റൂമിലേക്ക് പോയി.